സ്വാഗതം എല്ലാവർക്കും പുതിയൊരു സൈക്കോളജി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ പ്രധാനപ്പെട്ട സൈക്കോളജിയിലെ ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പരിചയപ്പെടുന്നത് വഴി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഓരോ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് അത് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കാനും കൂടെ പറ്റും. ഓക്കെ, അങ്ങനെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അധികം സമയമൊന്നും കളയുന്നില്ല, നിങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. അപ്പോൾ ഇന്നത്തെ സെഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് നോക്കണം, അതൊക്കെ ഓർമ്മയിലുണ്ടോ നോക്കണം, അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കൊക്കെ നിങ്ങൾ നോക്കണം. ക്ലിയർ? ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങളും വന്നേക്കാം. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. നമുക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ക്ലിയർ? അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഞാൻ ആൻസർ പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിദ്യാലയങ്ങളിലെ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, ആശുപത്രികളും അനാഥാലയങ്ങളും സന്ദർശിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഏത് തരം ബഹുമുഖ ബുദ്ധിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്? ഓക്കെ, വിദ്യാലയങ്ങളിലെ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, ആശുപത്രികളും അനാഥാലയങ്ങളും സന്ദർശിക്കൽ തുടങ്ങിയവ ഏത് തരം ബഹുമുഖ ബുദ്ധിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ നോക്കിയേ: ദൃശ്യസ്ഥലപര ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി. അപ്പോൾ ഇതിൽ നമുക്ക് ആൻസർ ഏതാണ് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ദൃശ്യസ്ഥലപര ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി, അതുപോലെ ആന്തരിക വൈയക്തിക ബുദ്ധി. ഇത് തെറ്റാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടിയാണ്. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മിസ്റ്റേക്ക് വന്നേക്കാം, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, വിദ്യാലയങ്ങളിലെ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ. അപ്പോൾ ക്ലബ്ബിലൊക്കെ നമ്മൾ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതാണ് നമ്മൾ ഒറ്റയ്ക്കുള്ള, നമ്മളെല്ലാവരും കൂടെ കൂട്ടായി ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. രണ്ടാമത് ആശുപത്രികളും അനാഥാലയങ്ങളും സന്ദർശിക്കൽ. ഓക്കെ, അതുപോലെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ ആൻസറായിട്ട് വരുന്നത് കിട്ടിയിട്ടുണ്ടാവും. ആൻസർ ഏതാണ്? എന്തായാലും സി അല്ലെങ്കിൽ ഡി എന്നുള്ള രീതിയിലായിരിക്കും, സി അല്ലെങ്കിൽ ഡി എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവുക. ബാക്കിയൊന്നും നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വരില്ല. പക്ഷേ ഇവിടെ ആൻസറായിട്ട് വരുന്നത് വ്യക്തിയാന്തര ബുദ്ധി എന്നുള്ളതാണ് കേട്ടോ. വ്യക്തിയാന്തര ബുദ്ധി എന്നുള്ളതാണ് ആൻസറായിട്ട് ഇവിടെ വരുന്നത്. ഓക്കെ, വ്യക്തിയാന്തര ബുദ്ധിയാണ്, ആന്തരിക വൈയക്തിക ബുദ്ധി അല്ല. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് പോകാം. ഇംഗ്ലീഷ് അധ്യാപകനെ പേടിച്ചാണ് സുരേഷ് 4ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിച്ചത്. 6ാം ക്ലാസ്സിലെത്തിയ സുരേഷിന് 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ച അതേപോലുള്ള ഇംഗ്ലീഷ് അധ്യാപകൻ പഠിപ്പിക്കാൻ എത്തിയപ്പോൾ ഭയം കൂടി വന്നു. പാവ്ലോവിൻ്റെ പ്രധാന ആശയങ്ങളിൽ ഏതുമായി ഈ അനുഭവം ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ബന്ധപ്പെടുന്നു? കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ ആദ്യം പഠിക്കണം. ഇംഗ്ലീഷ് അധ്യാപകനെ പേടിച്ചാണ് സുരേഷ് 4ാം ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. ഇംഗ്ലീഷ് ആ അധ്യാപകനെ പേടിച്ചുകൊണ്ടാണ് പഠിച്ചത്. അപ്പോൾ എന്ത് ചെയ്തു, 6ാം ക്ലാസ്സിലെത്തിയപ്പോഴും സുരേഷിന് എന്ത് ചെയ്തിട്ടുണ്ട്, 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ച അതേപോലെ തന്നെയുള്ള ഒരു അധ്യാപകൻ തന്നെയാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, പണ്ടുണ്ടായ ആ ഒരു പേടി ഇപ്പോൾ വീണ്ടും സുരേഷിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ പാവ്ലോവിൻ്റെ പ്രധാന ആശയങ്ങൾ ഏതുമായി ഈ അനുഭവം ബന്ധപ്പെടുന്നു എന്നാണ് ചോദിച്ചത്. നോക്കാം. ചോദക സാമാന്യവൽക്കരണം, വിലാപമല്ല വിലോപമാണ്, വിലോപം, പിന്നെ ചോദക പ്രബലനം, അതുപോലെ തന്നെ പുനഃപ്രാപ്തി. അപ്പോൾ ഈ പറഞ്ഞ 4 നമുക്ക് ഏതാണ് പറയാൻ പറ്റുമോ? ചോദക സാമാന്യവൽക്കരണം, വിലോപം, ചോദക പ്രബലനം, അതുപോലെ പുനഃപ്രാപ്തി. ആൻസർ ഏതാ പറയുക? പണ്ട് ഒരു അധ്യാപകൻ്റെ ആ ഒരു കാര്യത്തിൽ അവൻ പേടിച്ചു അല്ലേ, ഒരു വിഷയം മാത്രം പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ കാര്യത്തിൽ പേടിച്ചു, ഭയം കൂടി വന്നു. അപ്പോൾ കുറച്ച് വർഷം കഴിഞ്ഞിട്ടായാലും അതുപോലുള്ള അധ്യാപകൻ തന്നെ വീണ്ടും വന്നു, അപ്പോൾ അതേ സബ്ജക്റ്റ് പഠിപ്പിക്കാൻ. അപ്പോൾ അവന് ഭയം വീണ്ടും എന്തുണ്ട്, കൂടി വന്നു. അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് ആൻസറായിട്ട് പറയാൻ പറ്റുന്ന ഏതാണ് വരിക? കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾ കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ആൻസർ വരുന്നത് ചോദക സാമാന്യവൽക്കരണം എന്നുള്ളതാണ് ആൻസർ കേട്ടോ. ചോദക സാമാന്യവൽക്കരണം. അടുത്ത ക്വസ്റ്റ്യൻ: സീബ്ര വരകളിലൂടെ മാത്രം റോഡ് മുറിച്ചു കടക്കുന്ന ഉപയോഗശൂന്യമായ വസ്തുക്കൾ കുപ്പത്തൊട്ടികളിൽ നിക്ഷേപിക്കുക തുടങ്ങിയ നിയമങ്ങൾ അനുസരിക്കുന്ന കുട്ടി കോൾബർഗിൻ്റെ സാമൂഹ്യ വികാസ സിദ്ധാന്ത പ്രകാരം ഏത് സ്റ്റേജിലാണ്? 2 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഒന്ന്, സീബ്ര വരകളിലൂടെ മാത്രം റോഡ് മുറിച്ചു കടക്കുന്നു, ഉപയോഗശൂന്യമായ വസ്തുക്കളൊക്കെ കുപ്പത്തൊട്ടികളിൽ നിക്ഷേപിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ അനുസരിക്കുന്ന കുട്ടി കോൾബർഗിൻ്റെ സാമൂഹ്യ വികാസ സിദ്ധാന്ത പ്രകാരം ഏത് സ്റ്റേജിലാണ് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ നോക്കിയേ, എന്തൊക്കെയുള്ളത്? സാമൂഹിക വ്യവസ്ഥ നിയമപരം, ശിക്ഷയും അനുസരണവും, സാർവജനീന സദാചാര തത്വം, അതുപോലത്തെ സാമൂഹിക സുസ്ഥിതി പാലനം. ക്ലിയർ? സാമൂഹിക സുസ്ഥിതി പാലനം. അപ്പോൾ നമുക്കിവിടെ ആൻസർ ഏതാണ് പറയാൻ പറ്റും? അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി തന്നെയാണ്, സാമൂഹിക സുസ്ഥിതി പാലനം എന്നുള്ളതാണ് ആൻസറായിട്ട് വരിക കേട്ടോ. സാമൂഹിക സുസ്ഥിതി പാലനം എന്നുള്ളതാണ് ആൻസറായിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ: ഒരു സ്കൂൾ സ്റ്റാഫ് കൗൺസിൽ പെൺകുട്ടികളെ മാത്രം ക്ലാസ് ലീഡർമാരാക്കാനും സ്കൂൾ ലീഡറാക്കാനും തീരുമാനിച്ചു. ഇത് ഏതിനുള്ള ഉദാഹരണമാണ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഒരു സ്കൂൾ സ്റ്റാഫ് കൗൺസിലിൽ പെൺകുട്ടികളെ മാത്രം ക്ലാസ് ലീഡർമാരാക്കാനും സ്കൂൾ ലീഡർമാരാക്കാനും തീരുമാനിച്ചു. അപ്പോൾ ഇത് എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഓപ്ഷൻ നോക്കിയേ:
പെൺകുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനുള്ള പുരോഗമനാത്മകമായ ഒരു കാൽവയ്പ്പാണ്. ആഗോള മാറ്റങ്ങൾക്ക് അനുസൃതമാണ്. സ്കൂൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള പ്രായോഗിക പരിഹാര മാർഗ്ഗമാണ്. അതുപോലെ വ്യക്തമായ ലിംഗ വിവേചനമാണ്. ഈ ആൻസർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് ഒരു പക്ഷേ കുറച്ച് വലിയ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എന്താണിത് അല്ലെ, ചിലപ്പോൾ നമുക്ക് വായിക്കാൻ തന്നെ ചിലപ്പോൾ ഒരു മടി വരും. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഓപ്ഷൻ വായിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റണം. ഓക്കെ, അതിനുശേഷം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് കിട്ടുമല്ലോ. എന്താണ് അതെ, ഇത് മാത്രമേ ഇവിടെ ഹിൻ്റ് ചെയ്തു. പെൺകുട്ടികളെ മാത്രം പരിഗണിക്കുന്നു അല്ലേ, ക്ലാസ് ലീഡർമാരാവാനും സ്കൂൾ ലീഡർമാരാവാനും എല്ലാത്തിനും എന്താണ് പെൺകുട്ടികളെ മാത്രം പരിഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ആൺകുട്ടികളെ അവർ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആൻസർ വ്യക്തമായ ലിംഗ വിവേചനമാണ്. ഓക്കെ, ഡിസ്ക്രിമിനേഷൻ ആണ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. വ്യക്തമായ ലിംഗ വിവേചനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു. 5ാമത്തെ ചോദ്യമാണ്. ഇതാ നോക്കാം. മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ആദ്യത്തെ 4 എണ്ണം ഏറ്റവും അത്യന്താപേക്ഷിതമായ അടിസ്ഥാന ആവശ്യങ്ങളാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അവ ഏതെന്ന് കണ്ടെത്തുക. ഒന്നുമില്ല, മാസ്ലോയുടെ ആ ഒരു ഹൈറാർക്കി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിലെ ആദ്യത്തെ 4 എണ്ണം ഏതൊക്കെയാണെന്നുള്ള വരിക്ക് പറഞ്ഞു കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിലെ ആദ്യത്തെ 4 എണ്ണം ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള അടിസ്ഥാന ആവശ്യങ്ങളാണ്. ഈ കൊടുത്തിരിക്കുന്നവയിൽ അവ ഏതൊക്കെയാണെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്ന ഓപ്ഷനിലേക്ക് പോകാൻ പാടില്ല. നിങ്ങൾ പഠിച്ച രീതിയിൽ എന്ത് ചെയ്യുക, ആ ഹൈറാർക്കി കൃത്യമായിട്ടൊന്ന് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആദ്യത്തെ 4 എണ്ണം ഓർഡറിൽ എന്ത് ചെയ്യുക, താഴ്ന്ന് മേലോട്ട് 4 എണ്ണം നിങ്ങൾ നോക്കുക. ഓക്കെ, കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ആൻസർ എന്നുള്ളത്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പറയാൻ പറ്റും. ഏതാണ് വരിക നോക്കിയേ. പ്രാഥമിക ശാരീരിക ആവശ്യങ്ങൾ, സുരക്ഷിതത്വം, സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, ആദരിക്കപ്പെടുക. ഓപ്ഷൻ ബി നോക്കിയേ. പ്രാഥമിക ശാരീരിക ആവശ്യങ്ങൾ, അറിയാനുള്ള ആവശ്യങ്ങൾ, സൗന്ദര്യാത്മകം, ആദരിക്കപ്പെടുക. പിന്നെയോ പ്രാഥമിക ശാരീരിക ആവശ്യങ്ങൾ, സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, സൗന്ദര്യാത്മകം, അറിയാനുള്ള ആവശ്യങ്ങൾ. വീണ്ടും അതിനൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. അടുത്തത് പ്രാഥമിക ശാരീരിക ആവശ്യങ്ങൾ, ആത്മസാക്ഷാത്കാരം, അറിയാനുള്ള ആവശ്യങ്ങൾ, സൗന്ദര്യാത്മകം അല്ലേ. 4ാമത്തെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആത്മസാക്ഷാത്കാരം അല്ലേ, എന്താണ് സെൽഫ് റിയലൈസേഷൻ അല്ലെ ആക്ച്വലൈസേഷൻ. അതെവിടെ ഉണ്ടാവുക, ലാസ്റ്റാണ്. എല്ലാവർക്കും അറിയാം, ഏറ്റവും ടോപ്പിലാണ് വരിക. അപ്പോൾ അതെന്തായാലും എല്ലാം ഉറപ്പിക്കാം. അപ്പോൾ ഇവിടെ വളരെ പെട്ടെന്ന് നിങ്ങൾ പഠിച്ചവരാണ്, വളരെ പെട്ടെന്ന് കിട്ടും. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ വരിക. ശാരീരിക ആവശ്യങ്ങൾ, പിന്നെ സുരക്ഷിതത്വം, പിന്നെ സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, പിന്നെയാണ് ആദരിക്കപ്പെടുക അല്ലേ, എസ്റ്റീം നീഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്, പക്ഷേ കാണുമ്പോൾ വലിയ എന്തുമായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വളർച്ച എന്ന ആശയവുമായി ബന്ധപ്പെടുത്തി ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഇവിടെയും ശരിക്കും ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. വളർച്ച എന്ന ആശയവുമായി ബന്ധപ്പെടുത്തി ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ശരിയല്ലാത്തത് അത് നെഗറ്റീവാണ്. നെഗറ്റീവ് വേർഡ് വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യനാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ശരിയായത് എന്നുള്ള രീതിയിൽ നമ്മൾ തെറ്റായിട്ട് വായിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. നോക്കിയേ, വളർച്ച ഒരു വ്യക്തിയുടെ ശാരീരികവും വർത്തനപരവുമായ മാറ്റങ്ങളെ കുറിക്കുന്നതാണ്. വളർച്ച ജീവിതത്തിലുടനീളം സംഭവിക്കുന്നതാണ്. വളർച്ചയെ പ്രകൃത്യാ തന്നെ നിരീക്ഷിക്കാൻ പറ്റും. അതുപോലെ വളർച്ച വികാസം ഉണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ ചെയ്യാം എന്നിങ്ങനെ 4 ഓപ്ഷൻസാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ വളർച്ച ഒരു വ്യക്തിയുടെ ശാരീരികവും വർത്തനപരവുമായിട്ടുള്ള മാറ്റങ്ങളെ കുറിക്കുന്നതാണ്. വളർച്ച ജീവിതത്തിലുടനീളം സംഭവിക്കുന്നതാണ്. വളർച്ചയെ പ്രകൃത്യാ തന്നെ നിരീക്ഷിക്കാൻ പറ്റും. അതുപോലെ വളർച്ച വികാസം ഉണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ ചെയ്യാം. ഇതിലേതാണ് ആൻസർ കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ വളർച്ചയുടെ ആശയവുമായി ബന്ധപ്പെടുത്തി ശരിയല്ലാത്തതാണ് ചോദിച്ചത്. വളർച്ചയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒരു സംശയം വേണ്ട, ആൻസർ തരുക. വളർച്ചയെ പ്രകൃതിയാ തന്നെ നിരീക്ഷിക്കാൻ പറ്റും. ആണോ? തീർച്ചയായിട്ടും നമുക്ക് വളർച്ചയെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും അല്ലേ. ഗ്രോത്തിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഒരിക്കലും അത് ശരിയായിട്ടുള്ള ആൻസർ അല്ല ഇവിടെ. വളർച്ച വികാസം ഉണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ ചെയ്യാം. ശരിയാണ് അല്ലേ. ഗ്രോത്ത് എന്താണ്, നമുക്ക് ചിലപ്പോൾ വികാസം ഉണ്ടാക്കാം അല്ലെങ്കിൽ ഉണ്ടാക്കാതിരിക്കാം, അതൊക്കെ കറക്റ്റാണ്. പിന്നെയോ വളർച്ച ഒരു വ്യക്തിയുടെ ശാരീരികവും വർത്തനപരവുമായ മാറ്റങ്ങളെ കുറിക്കുന്നതാണ്. ശരിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? വളർച്ച ജീവിതത്തിലുടനീളം സംഭവിക്കുന്നതാണ് അല്ലേ. ജനിച്ച് മരിക്കുന്നത് വരെയും വളർച്ച നടന്നുകൊണ്ടിരിക്കും എന്ന് പറയുന്നത് ശരിയല്ല. ക്ലിയർ? അത് ഡെവലപ്മെൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ടേക്സ് പ്ലേസ് ഫ്രം എന്താണ് വൂംബ് ടു ടോംബ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതങ്ങനെയല്ല. ഇതെന്താണ് ഒരു പരിധി, ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ വളർച്ച ഉണ്ടാകുന്നില്ല, ഗ്രോത്ത് അവിടെ നിൽക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരിൽ ആരാണ് വൈകാരിക ബുദ്ധി സിദ്ധാന്തം പ്രതിപാദിച്ചത്? വളരെ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്, എന്നാൽ കൺഫ്യൂഷൻ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. താഴെ പറയുന്നവരിൽ ആരാണ് വൈകാരിക ബുദ്ധി സിദ്ധാന്തം പ്രതിപാദിച്ചത്? ഓക്കെ, വൈകാരിക ബുദ്ധിയാണ്. നോക്കാം. ഡാനിയൽ ഗോൾമാൻ, ഹവാർഡ് ഗാർഡനർ, എബ്രഹാം മാസ്ലോ, കാൾ റോജേഴ്സ്. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും. കാരണം വൈകാരിക ബുദ്ധി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് മനസ്സിലാക്കും? ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. വൈകാരിക ബുദ്ധി എന്ന് കേൾക്കുമ്പോൾ ഓപ്ഷൻ എ ആണ്. ആരാണ് വരിക? ഡാനിയൽ ഗോൾമാൻ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. എന്താണ്? ഡാനിയൽ ഗോൾമാൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശമല്ലാത്തത് ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശമല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശമല്ലാത്തത്, പുരോഗമനം, പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രവർത്തനത്തിലൂടെയുള്ള പഠനത്തിന് പ്രാധാന്യം,
തീമുകൾക്ക് ഊന്നൽ നൽകുന്ന ഉദ്ഗ്രഥിത പാഠ്യപദ്ധതി, പരീക്ഷ ലക്ഷ്യമാക്കിയുള്ള ബോധനത്തിന് പ്രാധാന്യം, അതുപോലെ ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഓക്കെ, ഇവിടെ നിങ്ങൾ കാണുമ്പോൾ തന്നെ പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം എന്നൊക്കെ കണ്ട് ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നേരെ പോയിട്ട് എന്ത് ചെയ്യും, ഓപ്ഷൻ എ കാണുമ്പോൾ തന്നെ പ്രവർത്തനത്തിലൂടെയുള്ള പഠനത്തിന് പ്രാധാന്യം, അത് കാണുമ്പോൾ തന്നെ ശരിയാണ് എന്ന് വെച്ച് നിങ്ങൾ ബബിൾ ചെയ്തിട്ട് അടുത്തേക്ക് പോകും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെയും ഒരു പ്രശ്നമുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, ചുവടെക്കുറിച്ച് പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം ഏത് എന്നല്ല, ഉദ്ദേശം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. നെഗറ്റീവാണ് സാധനം, നെഗറ്റീവാണ്. ഓക്കെ, ഉദ്ദേശം അല്ലാത്തത് എന്ന് ചോദിച്ചാൽ ഉറപ്പിക്കുക ആൻസർ ഏതാണ് വരിക, കിട്ടിയിട്ടുണ്ടാവും. നോക്കിയേ, പരീക്ഷ ലക്ഷ്യമാക്കിയുള്ള ബോധനത്തിന് പ്രാധാന്യം അല്ലേ. പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്താണ് ഒരു പ്രത്യേക ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് മാത്രം ഉള്ളതല്ല അല്ലേ. അപ്പോൾ അതല്ല, പരീക്ഷ ലക്ഷ്യമാക്കിയുള്ള ബോധനത്തിന് പ്രാധാന്യം എന്ന് പറയുന്നത് ശരിയല്ല, അത് തെറ്റാണ്. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ, 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കഴിഞ്ഞ ഒരു മാസമായി അരുൺ എന്ന 7ാം ക്ലാസ്സുകാരൻ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയാണ്. ഇപ്പോഴും അവന് സൈക്കിൾ ഓടിക്കാൻ അറിയില്ല. അത് ഏത് പഠന വൈകല്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്? ഓക്കെ, പഠന വൈകല്യമാണ്, ഡിസബിലിറ്റിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് തന്നെ അരുൺ എന്ത് ചെയ്യുന്നുണ്ട്, സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അവന് സൈക്കിൾ ഓടിക്കാൻ പറ്റുന്നില്ല, ബാലൻസ് ആവുന്നില്ല. ഏത് തരത്തിലുള്ള പഠന വൈകല്യമാണ്? അപ്പോൾ പഠനം എന്ന് വെച്ചാൽ പുസ്തകം വായിക്കൽ മാത്രമല്ല, എല്ലാം പഠനം തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ സൈക്കിൾ പഠിക്കാൻ പറ്റുന്നില്ല. നോക്കാം, നാമവൈകല്യം, പ്രയോഗ വൈകല്യം, ആലേഖന വൈകല്യം, വായനാ വൈകല്യം. ഇതിലേതായിരിക്കും സൈക്കിൾ ഓടിക്കാൻ പറ്റുന്നില്ല, ബാലൻസ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏതാണ് പറയാൻ പറ്റുക? ഒരു ബോഡി ബാലൻസ് കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് അല്ലേ. ആൻസർ ഒരു സംശയം വേണ്ട, കാരണം നാമവൈകല്യമാണ്. ആണോ? നാമവൈകല്യമല്ലല്ലോ. അല്ല, നാമം എന്ന് വെച്ചാൽ നെയിം ഡിസ്നോമിയ. ഓക്കെ, അപ്പോൾ ഇതല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതല്ല, ശരിയല്ല. ആലേഖനം എഴുത്താണോ? ഒരിക്കലും അല്ല അല്ലേ. വായന അതുമല്ല, അതൊന്നും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ പ്രയോഗ വൈകല്യം എന്നതാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ. ബോഡി മൂവ്മെൻറ്റും കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ പ്രയോഗ വൈകല്യം എന്നുള്ളതാണ് ഇവിടെ ആൻസറിൽ കറക്റ്റായിട്ടുള്ള വരുന്നത്. ഓക്കെ, അടുത്തത്, ഭൂപടം നന്നായി വായിച്ച് മനസ്സിലാക്കുന്ന ഒരു വിദ്യാർത്ഥി ഊന്നൽ നൽകുന്നത്. ഭൂപടം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുന്ന ഒരു വിദ്യാർത്ഥി ഊന്നൽ നൽകുന്നത് എന്നാണ് ചോദിച്ചത്. ഭൂപടം മാപ്പ് റീഡിംഗ് ആണ്. ഓപ്ഷൻ നോക്കിയേ, യുക്തിഗണിത ബുദ്ധി, ദൃശ്യസ്ഥലപര ബുദ്ധി, ദൃശ്യസ്ഥലപര ബുദ്ധിയാണ്, ദൃശ്യസ്ഥലപര ബുദ്ധി. പിന്നെയോ പാരിസ്ഥിതിക ബുദ്ധി, അതുപോലെ തന്നെ ഭാഷാപര ബുദ്ധി. ഓക്കെ, ഭാഷാപര ബുദ്ധി, ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വരുന്നതാണ് ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാരിസ്ഥിതിക ബുദ്ധി, അതുപോലെ തന്നെ ഭാഷാപര ബുദ്ധി. അപ്പോൾ ഇതിലേതാണ് വരിക? ഭൂപടം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുന്ന ഒരു വിദ്യാർത്ഥി ഊന്നൽ നൽകുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചത്. ഭൂപടമാണ്. ഭൂപടം കൃത്യമായിട്ടൊന്ന് ഓർത്ത് നോക്കാം. മാപ്പ് റീഡിങ്, ആ മാപ്പ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്, സ്ഥലകാല ബോധങ്ങളൊക്കെ കൃത്യമായിട്ട് ഉണ്ടാവണം അല്ലേ. അങ്ങനെയാണ് നമുക്ക് മാപ്പ് കൃത്യമായി റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് വരിക? യുക്തിഗണിത ബുദ്ധിയാണോ, ദൃശ്യസ്ഥലപര ബുദ്ധിയാണോ, ഏതാണ് വരിക? അല്ല ഓപ്ഷൻ സി ആണോ, അല്ല ഓപ്ഷൻ ഡി ആണോ? കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഏതാണ്? യാതൊരു സംശയവും വേണ്ട, ആൻസർ ഓപ്ഷൻ ബി ആണ്, ദൃശ്യസ്ഥലപര ബുദ്ധിയാണ്. അപ്പോൾ മാപ്പ് റീഡ് ചെയ്യുന്ന ഒരാൾക്ക് പ്രത്യേകിച്ചും ഉണ്ടാവേണ്ട ബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് വെച്ച് നോക്കുവാണെങ്കിൽ ദൃശ്യസ്ഥലപര ബുദ്ധി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? ദൃശ്യസ്ഥലപര ബുദ്ധി. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം നമുക്ക്. 11ാമത്തെ ചോദ്യമാണ് ഇതാ. എയ്ബ് എന്ന കുട്ടിയുടെ മാനസിക വയസ്സ് 12 ആണ്. കുട്ടിയുടെ കാലിക വയസ്സ് 10 ആയാൽ IQ എത്ര? പോസ് ചെയ്യുക, വേഗം ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ തോന്നുന്നു IQ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ എളുപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ അല്ലേ. എയ്ബ് എന്ന കുട്ടിയുടെ മാനസിക വയസ്സ് തന്നിട്ടുണ്ട്, കാലിക വയസ്സ് തന്നിട്ടുണ്ട്, IQ എത്ര എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആൻസർ നമുക്ക് എന്ത് പറയാം? കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കണം. നമ്മൾ അന്നേ പറഞ്ഞിട്ട് IQ എന്ന് കാണുമ്പോൾ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യം ഓർമ്മ വരുന്നത് നോക്കണം. IQ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുള്ളതാണ്, ഒരു ഫോർമുല ഉണ്ട്, ഇൻ്റലിജൻസ് കോഷ്യൻ്റ് ഈക്വൽ ടു MA ഡിവൈഡഡ് ബൈ CA ഇൻറ്റു 100. അതായത് മെൻ്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രൊണോളജിക്കൽ ഏജ് ഇൻറ്റു 100. ക്ലിയർ ആണോ? അപ്പോൾ മെൻ്റൽ ഏജ് എന്ന് വെച്ചാൽ മാനസിക വയസ്സാണ്, ക്രൊണോളജിക്കൽ ഏജ് എന്ന് വെച്ചാൽ കാലിക വയസ്സാണ്. ഇതാ മാനസിക വയസ്സ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്, മെൻ്റൽ ഏജ് തന്നിട്ടുണ്ട്, അങ്ങനെ വേണം മനസ്സിലാക്കാൻ. കാലിക വയസ്സ് തന്നിട്ടുണ്ട്. ഇതാ കാലിക എന്ന് വെച്ചാൽ ഇതാണ്, ക്രൊണോളജിക്കൽ ഏജ് ആണ് കാലിക, നമ്മൾ ശരിക്കുള്ള പ്രായം. ഇപ്പോൾ നമ്മുടെ വയസ്സെത്ര അത് അല്ലേ. പല വയസ്സിലെ ആളുകളുണ്ട്, 20 വയസ്സുള്ള ഒരു 30, 40 എത്രയാവട്ടെ, അതാണ് നമ്മുടെ നിലവിൽ നമ്മുടെ വയസ്സെന്താണോ അതാണ് കാലിക വയസ്സ്. രണ്ടും ആ ഒരു സമവാക്യത്തിൽ അങ്ങ് കൊടുത്താൽ മതി. മെൻ്റൽ ഏജ് എത്ര വരിക? ഇവിടെ തന്നിട്ടുണ്ട് മെൻ്റൽ ഏജ് 12 ആണ്, മാനസിക വയസ്സ് 12ഉം കാലിക വയസ്സ് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 ഗുണിക്കണം 100, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് രണ്ട് രീതി ചെയ്യാം. മാത്സ് അത്യാവശ്യം അറിയുന്നവരാണെങ്കിൽ ഈ 0 വെട്ടിക്കളയും. അപ്പോൾ 12 ഗുണിക്കണം 10 120 കിട്ടും. അങ്ങനെയല്ല കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഭിന്നസംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മേലെയുള്ള സാധനവും ആ നമ്പറും കൂടി ഗുണിക്കുക. അതായത് 12ഉം ഈ 100ഉം ഗുണിക്കുക. 12 ഗുണിക്കണം 100 വെച്ച് നിങ്ങൾക്കറിയാം 1200 ആണ് അല്ലേ. അത് നിങ്ങൾ ഗുണിച്ച് നോക്കുക. തൊട്ട് താഴെ ഹരിക്കണം 10 എന്നാണ് ഇതിൻ്റെ അർത്ഥം. 1200 ഹരിക്കണം 10 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1200 എത്ര 10 ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ
0 നമ്മൾ കളയാം, 120 വരും. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച പോലെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് ഹരിച്ചു നോക്കുക. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഒരു സംശയം വേണ്ട. ആൻസർ ഇതാ, മെൻ്റൽ ഏജ് എത്ര, അല്ലെങ്കിൽ ഐക്യു എത്ര, ബുദ്ധിമാനം എത്ര എന്നാണ് ചോദിച്ചത്. ഒരു സംശയം വേണ്ട. ആൻസർ ഓപ്ഷൻ സി 120. അപ്പോൾ ഇത് പഠിച്ചു വെക്കണം എന്തായാലും. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറിയാത്തവരാരും ഉണ്ടാവില്ല. എന്നാലും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, കൃത്യമായിട്ടൊന്ന് പഠിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ അതും നിങ്ങളെല്ലാവരും പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ 12. പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികൾക്ക് പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിനുള്ള പരിഗണനകളിൽ പെടാത്തത് ഏത്? കൃത്യമായിട്ട് മനസ്സിലാക്കണേ. പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികൾക്ക് പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിനുള്ള പരിഗണനകളിൽ പെടാത്തത്. ഓപ്ഷൻ നോക്കാം. എല്ലാ കുട്ടികൾക്കും ഒരേ മാതൃകയിലുള്ള പ്രവർത്തനങ്ങൾ നൽകണം, പഠന പ്രവർത്തനങ്ങളിൽ അനുരൂപീകരണം നൽകണം, പരിഹാര പ്രവർത്തനങ്ങളും പോഷണ പ്രവർത്തനങ്ങളും നൽകണം, അതുപോലെ ഇന്ദ്രിയാധിഷ്ഠിത സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികൾക്ക് പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിനുള്ള പരിഗണനകളിൽ പെടാത്തത് നെഗറ്റീവാണ്. പെടാത്തത് എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഏതാണ് വരിക? പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലേ. അവർക്കുള്ള പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിനുള്ള പരിഗണനകളിൽ പെടാത്തത്. ഓക്കെ, നോക്കാം. എന്ന് പറഞ്ഞാൽ ഈ തന്ന 4 അവരുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ്. എല്ലാ കുട്ടികൾക്കും ഒരേ മാതൃകയിലുള്ള പ്രവർത്തനങ്ങൾ നൽകണം, പഠന പ്രവർത്തനങ്ങളിൽ അനുരൂപീകരണം നൽകണം, പരിഹാര പ്രവർത്തനങ്ങളും പോഷണ പ്രവർത്തനങ്ങളും നൽകണം, പിന്നെയോ ഇന്ദ്രിയാധിഷ്ഠിത സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ഏതാണ് പറയാൻ പറ്റുമോ? വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ ഏതാണ് വരിക? ഒരു സംശയം വേണ്ട. ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്. ഓപ്ഷൻ എ തന്നെയാണ്. നോക്കിയാൽ എല്ലാ കുട്ടികൾക്കും ഒരേ മാതൃകയിലുള്ള പ്രവർത്തനങ്ങൾ നൽകണം. അത് ശരിയല്ലല്ലോ. എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ പ്രത്യേക പരിഗണന, ഓരോ പരിഗണന അറിയിക്കുന്ന ഓരോ വിഭാഗം കുട്ടികളുണ്ട്. അവർക്ക് വേണ്ട രീതിയിൽ തന്നെ നമ്മൾ മാറി കൊടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അതാണ് പെടാത്തത് എന്ന് ചോദിച്ചത്. അപ്പോൾ ഇത് പെടില്ല, ഇത് അതിൽ വരുന്നതല്ല. ഓക്കെ, അടുത്തത്. വൈകല്യമുള്ള ഓരോ കുട്ടിക്കും 18 വയസ്സ് പൂർത്തിയാകുന്നത് വരെ അനുയോജ്യമായ സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടതാണ് എന്ന് ഉറപ്പ് നൽകുന്ന നിയമം ഏത്? ശരിക്കും ശ്രദ്ധിക്കണം. നിയമം ഏതെന്ന് മാത്രമല്ല, ആർക്കുള്ള നിയമം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. വൈകല്യമുള്ള ഓരോ കുട്ടിക്കും 18 വയസ്സ് പൂർത്തിയാകുന്നത് വരെ അനുയോജ്യമായ സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടതാണ് എന്ന് ഉറപ്പ് നൽകുന്ന നിയമം. ഓപ്ഷൻസ്: റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് 1992, നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999, ഇപ്പുറത്തെ ഉള്ളത് ആ 99 ഇവിടെയുള്ളത് നോക്കണം. മെൻ്റൽ ഹെൽത്ത് ആക്ട് 1987, അതുപോലെ തന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് അല്ലെ PWD ആക്ട് 1995. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് 4 ഓപ്ഷൻ കൃത്യമായിട്ടൊന്ന് പഠിക്കണം. ഇത് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് എപ്പോൾ വന്നു, നാഷണൽ ട്രസ്റ്റ് ആക്ട് ഏത് വർഷം, മെൻ്റൽ ഹെൽത്ത് ആക്ട് ഏത് വർഷം, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അതെന്തായാലും നോട്ട് ചെയ്ത് 4 പഠിക്കണം. അതിന് കൂടെ ഏറ്റവും കൂടുതൽ ചോദിച്ചത് ഇതാണ്, ഈ ഓപ്ഷൻ ഡി ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചത്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചത്. 1995 ആണ്. ഇവിടെ എന്താണ് വരിക? വൈകല്യമുള്ള ഓരോ കുട്ടിക്കും 18 വയസ്സ് പൂർത്തിയാകുന്നത് വരെ അനുയോജ്യമായ സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടതാണ് എന്ന് ഉറപ്പ് നൽകുന്ന നിയമം ഓപ്ഷൻ ഡി തന്നെയാണ്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്തത് 14ാമത്തെ ചോദ്യം. പണ്ട് പഠിച്ച കാര്യങ്ങളെ ഓർമ്മിച്ചെടുക്കുന്നതിൽ പുതിയവ തടസ്സമാകുന്നതിനെ പറയുന്ന പേര്. മെമ്മറിയെ ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ് ചെയ്തിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല. കൃത്യമായിട്ട് ക്ലാസ് കാണണം. ഓക്കെ, പണ്ട് പഠിച്ച കാര്യങ്ങളെ ഓർമ്മിച്ചെടുക്കുന്നതിൽ പുതിയവ തടസ്സമാകുന്നതിനെ പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചത്. അത് ആദ്യം നമ്മളൊന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ, ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നു? പുതിയൊരു സാധനം പഠിക്കുമ്പോഴേക്കും ആദ്യം പഠിച്ചതൊക്കെ നമുക്ക് പോയി, അത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ടുണ്ടാവും അല്ലേ. ആദ്യം 10 ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടാവും. രണ്ടാമത് ഒരു 10 ക്വസ്റ്റ്യൻ പഠിക്കുമ്പോഴേക്കും ആ രണ്ടാമത് പഠിച്ചത് മാത്രമേ നമ്മളെ മനസ്സിലുണ്ടാവും, ആദ്യം പഠിച്ചതെല്ലാം പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആ അവസ്ഥയെ പറയുന്ന പേരെന്താണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ, പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ, ഓർമ്മയുടെ അംശം, അതുപോലെ പുനഃപ്രാപ്തി. ഏതാണ് വരിക? ആൻസർ റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ, അതായത് പണ്ട് പഠിച്ച കാര്യങ്ങളെ ഓർമ്മിച്ചെടുക്കുന്നതിൽ പുതിയവ തടസ്സമാകുന്നു എന്ന് പറഞ്ഞാൽ റിട്രോ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ വിക്ഷേപണ തന്ത്രമല്ലാത്തത് ഏത്? വിക്ഷേപണം മീൻസ് പ്രൊജക്റ്റീവ് ടെക്നിക്സ്. ഓക്കെ, താഴെ പറയുന്നതിൽ വിക്ഷേപണ തന്ത്രം ഏത് എന്നല്ല, വിക്ഷേപണ തന്ത്രം അല്ലാത്തത് ഏത്? വീണ്ടും ശ്രദ്ധിക്കുക, നെഗറ്റീവ് വേർഡ്സ് ആണ് ഇവിടെ വരുന്നത്. നെഗറ്റീവാണ് ക്വസ്റ്റ്യൻ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. വിക്ഷേപണ തന്ത്രം അല്ലാത്തത് ഏത്? നോക്കാം. വായുപൂരണ ശോധകം അഥവാ സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, പിന്നെ റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, അതുപോലെ സാമൂഹ്യമിതി. ഓക്കെ, പിന്നെ പദപൂരണ ശോധകം. സാമൂഹ്യമിതി എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം സോഷ്യോമെട്രിയാണ് കേട്ടോ, സോഷ്യോമെട്രിയാണ്. പദപൂരണം വേർഡ് പിന്നെ അസോസിയേഷൻ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ വേർഡ് പിന്നെ കംപ്ലീഷൻ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഏതാണ് പറയാൻ പറ്റുക? താഴെ പറയുന്നതിൽ വിക്ഷേപണ തന്ത്രം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. പ്രൊജക്റ്റീവ് ടെക്നിക്സ് അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറയാം, ഉറപ്പിച്ച് പറയാം. ആൻസർ ഓപ്ഷൻ ഡി പദപൂരണ ശോധകം ശരിയല്ല. ആൻസർ ഓപ്ഷൻ സി സാമൂഹ്യമിതിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ,
അപ്പോൾ ഇന്ന് 15 ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 15 ചോദ്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക, അതുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്ക് പഠിക്കുക. മെമ്മറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്, അത് ഇന്ന് തന്നെ പോയിട്ട് എന്തായാലും പഠിക്കണം. ഓക്കെ, ബാക്കിയൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഇത് പഠിച്ചിരിക്കണം. ക്ലിയർ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഐക്യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. ഐക്യുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നിപ്പോൾ ഒരു ക്വസ്റ്റൻ വന്നു, അതിന് കോമൺ ആയിട്ടുള്ള ഫോർമുല നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുന്നുണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തണം, എന്നെ അറിയിക്കണം. ഓക്കെ, കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അല്ല പേഴ്സണലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇൻസ്റ്റാഗ്രാമൊക്കെ വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇതൊന്നും എപ്പോഴും പറയുന്നതല്ല. ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും മാർക്ക് എത്രത്തോളം ഈ 15 നിങ്ങൾക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ള സാധനം ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. കമൻറ്റ് ഞാൻ നോക്കുന്നുണ്ട് എല്ലാവരും, അതൊന്ന് നോക്കണം. ഓക്കെ, അതാണ് ഇപ്പോൾ പറയാനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കൂടുതൽ ക്വസ്റ്റൻസൊക്കെ നമ്മളെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ രൂപത്തിലുണ്ട്, കേട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് PDF മെറ്റീരിയൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്, അത് വാങ്ങിക്കാം. ഓക്കെ, അത് പെയ്ഡ് മെറ്റീരിയലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇത് തൊട്ടടുത്ത സെഷനിൽ ഞാൻ ഇത് കൊടുത്തേക്കാം. അത് നിങ്ങൾക്ക് ആ നമ്പറിൽ മെസ്സേജ് ചെയ്തുകൊണ്ട് അത് പെയ്ഡ് ആണ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ്. അടുത്ത ദിവസം കാണാം നമുക്ക്. താങ്ക് യു.